നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. CPM-ന്റെ ഒരു നേതാവിനെതിരെ കൂടി അന്വേഷണ ഏജൻസി കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. ആശുപത്രിയിൽ വെച്ച് ഗൂഢാലോചന നടത്തി 24-കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് CBI-യുടെ കണ്ടെത്തൽ. വാഹനം തടഞ്ഞതിലെ പ്രതികാരമാണ് കൊലപാതകത്തിന്റെ കാരണം. അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തുമെന്ന് അറിഞ്ഞിട്ടും P. ജയരാജൻ അത് തടഞ്ഞില്ല. 2016 CBI ഏറ്റെടുത്ത കേസിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. കണ്ണൂരിലും വടകരയിലുമൊക്കെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന P. ജയരാജനെതിരായ കുറ്റപത്രം പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ്. കേന്ദ്ര സർക്കാർ CBI-യെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. കുറ്റപത്രത്തിൽ അതാണ് പറയുകയും ചെയ്യുന്നത്. ഈ വിലയിരുത്തൽ ശരിയോ? ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ജയരാജനെതിരെ കൊലക്കുറ്റം നേരറിഞ്ഞു CBI. പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തൃശ്ശൂരിൽ നിന്നും ശ്രീ തമ്പിമണിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ തമ്പിമണി, പാർട്ടിയുടെ പ്രതികരണം ഇപ്പോൾ അല്പം മുൻപ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു കേന്ദ്ര സർക്കാർ CBI-യെ. ഇതിനെതിരായി പ്രതിഷേധിക്കണം. അണികൾ ഒരുമിച്ച് നിന്ന് പ്രതിഷേധത്തിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ അണിനിരക്കണം എന്നൊക്കെയാണ് പാർട്ടിയുടെ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്തു തോന്നുന്നു? CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൊലപാതക കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ കേന്ദ്ര സർക്കാർ CBI-യെ ദുരുപയോഗം ചെയ്യുകയാണെന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അതോ സത്യസന്ധമായി CBI നേരറിഞ്ഞു എന്നാണോ? പറഞ്ഞോളൂ. കൊലപാതക രാഷ്ട്രീയത്തിന് മുന്നിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതനായ നേതാവായാലും കുറ്റക്കാരനാണെങ്കിൽ കടുത്ത ശിക്ഷ നൽകണമെന്നാണ് എന്റെ അഭിപ്രായം. ഇത് രാഷ്ട്രീയമായി ഉള്ള ഒരു കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് വേണോ കാണാൻ? സാർ, അതില്ല. നമ്മള് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ അനവധി നടക്കുന്നുണ്ട്. അതിന് പിന്നിൽ ഗൂഢാലോചന പ്രവർത്തിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെങ്കിൽ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെങ്കിലും ആ നേതാവ് കൃത്യമായി ശിക്ഷിക്കപ്പെടണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. വളരെയധികം നന്ദി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ ഒരു ജീവൻ എടുക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ശ്രീ മണികണ്ഠൻ നമ്മളോടൊപ്പം ചേരുന്നു. മണികണ്ഠൻ, പറഞ്ഞോളൂ. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ടൈറ്റിൽ കണ്ടു, നേരറിഞ്ഞോ CBI, അല്ലെങ്കിൽ ഒരു സിനിമയുടെ പേരുണ്ട് നേരറിയാൻ CBI. എന്നാൽ ഞാൻ പറയുന്നു, ഈ അവസാന നിമിഷം വോട്ട് കിട്ടുമോ എന്ന് നോക്കുവാൻ CBI, കെയർ ഓഫ് കേന്ദ്ര ഗവൺമെന്റ്. അതാണ് ശരിയായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞാൽ CBI നേരെ അറിഞ്ഞിട്ടില്ല എന്ന്. CBI നേരെ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഭരിക്കുന്നതിന് വേണ്ടി ഫോൺ കട്ടാവുന്നുണ്ട്. ശ്രീ മണികണ്ഠൻ ക്ഷമിക്കുക. ശ്രീ ഫൈസൽ കൂടി ചേരുന്നു. ഫൈസൽ, പറയൂ താങ്കളുടെ കാഴ്ചപ്പാട്. ഫൈസലിന്റെ ഫോൺ കട്ടാണ്. ഏതായാലും നേരെ അറിഞ്ഞോ CBI, അതോ നേരെ അറിയാതെയാണോ CBI-യുടെ ഈ കുറ്റപത്രം എന്നുള്ളതാണ് പൊതുവേദി പരിശോധിക്കുന്നത്. ശ്രീ ബാബു നമ്മളോടൊപ്പം ചേരുന്നു. തലശ്ശേരിയിൽ നിന്നുമാണ് ബാബു വിളിക്കുന്നത്. ശ്രീ ബാബു, താങ്കൾക്കൊക്കെ അറിയാവുന്ന പ്രദേശമാണ് ഈ അരിയിൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെയൊന്നും 24-കാരനെ ആദ്യം ഈ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ചെന്ന്, DYFI ലോക്കൽ സെക്രട്ടറി ചെന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് പിടികൂടി. ആ ഫോട്ടോ P. ജയരാജൻ അയച്ചു കൊടുത്തു എന്നൊക്കെയാണ് അന്വേഷണ ഏജൻസികളുടെ ഒക്കെ കണ്ടെത്തൽ. ഈ കുറ്റപത്രത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ഞാൻ തലശ്ശേരി കതിരൂർ പുണ്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് നമ്മളെ കൊലപാതകങ്ങൾ നടന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ അടുത്ത് തന്നെ കതിരൂർ മനോജിന്റെ കൊലപാതകം നടന്ന സ്ഥലത്ത് തന്നെ ഞാനുള്ളത്. ഇവർ ഈ രാഷ്ട്രീയ കൊലപാതകം നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, കുറച്ചൊന്നുമല്ല കുറേ കാലമായി. ഓരോരാളെയും കൊന്നിട്ട് ഇതിന് ബാക്കിലുള്ള ആളെ ഇതുവരെയും പിടിക്കാൻ പറ്റിയില്ല.
ഇത് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ കണ്ണൂരിലെ കൊലപാതകം നിർത്തും. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതേപോലെ തുടങ്ങും. അല്ലെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് കണ്ണൂരിലെ ജയിലിൽ നിന്ന് മാറ്റി അവരെ വേറെ ജയിലിലേക്ക് മാറ്റണം. കണ്ണൂർ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് വേറെ ജയിലിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾ കണ്ണൂരിൽ നിർത്തും. അല്ലെങ്കിൽ ഇത് നിൽക്കാൻ ഒരു വഴിയുമില്ല. ഈ നേതാക്കന്മാർ ഇതിപ്പോ കോടതിയിൽ കൊണ്ടുപോകുമ്പോഴേക്ക് നെഞ്ചുവേദന വരും, അല്ലെങ്കിൽ പിന്നെ കുറെ ആൾക്കാർ അടിയുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, പിന്നെ അങ്ങനെ തിന്നി ഇറങ്ങും വരും. ഇതാണ് പ്രശ്നം ഉണ്ടാകും. ഇതിന് ശക്തമായ ശിക്ഷ കിട്ടിയാൽ മാത്രമേ കണ്ണൂർ നമ്മളെ പോലത്തെ നടക്കാൻ പറ്റും. വളരെയധികം നന്ദി ശ്രീ ബാബു. ശ്രീ അനിൽകുമാർ കൂടി കോട്ടയത്ത് നിന്ന്. ശ്രീ അനിൽകുമാർ, ഒടുവിൽ വൻ സ്രാവുകൾക്ക് നേരെ തിരിയുകയാണോ അന്വേഷണ ഏജൻസി? ഇതുവരെ പിടിക്കപ്പെട്ടിരുന്നവർ അല്ലെങ്കിൽ ഡമ്മി പ്രതികളായി വന്നിരുന്നവരൊക്കെ തന്നെ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലോ താഴെത്തട്ടിലോ ഉള്ളവരോ പാർട്ടി അനുഭാവികളോ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കൊലക്കുറ്റം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ളൊരു നിലയിൽ മാത്രമല്ല, പി ജയരാജന്റെ സ്വാധീനം നമുക്കറിയാമല്ലോ. അങ്ങനെയാണ് കേസ് വന്നിരിക്കുന്നത്, കുറ്റപത്രം വന്നിരിക്കുന്നത്. ഇത് തികച്ചും ശരിയായ ഒരു നടപടിയാണ്. അത് ജയരാജനല്ല, കോൺഗ്രസിന്റെ ആണെങ്കിലും CPM-ന്റെ ആണെങ്കിലും ഏതൊരു രാഷ്ട്രീയ നേതാവ് കൊലക്കുറ്റത്തിൽ പ്രതിയായാൽ അതിന് ശിക്ഷിക്കപ്പെടണം. അതിന് ജയരാജൻ എന്നുള്ളതോ ചെന്നിത്തല എന്നോ ഉമ്മൻചാണ്ടി എന്നോ ഇല്ല, അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഈ പാർട്ടിയുടെ വാദം, ജയരാജന്റെ വാദം, അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല, ആശുപത്രിയിൽ വെച്ച് ഗൂഢാലോചന നടന്നിട്ടില്ല എന്നാ. പക്ഷെ CBI പറയുന്നു ആശുപത്രിയിൽ വെച്ച് TV രാജേഷും പി ജയരാജനും ഗൂഢാലോചന നടത്തി. മൊബൈലിൽ ഇവർക്ക് ഈ പിടിക്കപ്പെട്ട പാർട്ടി പ്രവർത്തകർ പിടിച്ചിട്ടുള്ള ഷുക്കൂറിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു, അവരത് സ്ഥിരീകരിച്ചു എന്ന്. ആര് പറയുന്നത് വിശ്വസിക്കണം? ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ടേക്കണം. കണ്ണൂരിൽ നടന്ന പല കൊലപാതകങ്ങൾക്കും രാഷ്ട്രീയക്കാർ പറയണം ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പോലീസ് പിടിച്ചു വരുമ്പോഴാണ് CPM-ന്റെ പ്രതികളെ മുഴുവൻ പിടിക്കപ്പെടുന്നത്. അപ്പൊ ഇത് പാർട്ടിക്കകത്ത് ന്യായമായ പങ്കുണ്ട്. അതുകൊണ്ട് ജയരാജൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. യെസ്, റൈറ്റ്. ശ്രീ ശരത്ത് കൂടി ചേരുന്നു, എറണാകുളത്തു നിന്നുമാണ് ശരത്ത്. ശരത്ത്, താങ്കളുടെ കാഴ്ചപ്പാടിൽ പാർട്ടിയുടെ വാദം ശരിയാണോ അതോ CBI നേര് കണ്ടെത്തുന്നു എന്നാണോ? എന്തു തോന്നുന്നു? ഹലോ സാറേ, ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയണേ, അത് ശരിയാണ്. പക്ഷെ ഇതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി തന്നെ ജയരാജനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ളൊരു വാദമാണ് എനിക്കുള്ളത്. എന്താ വെച്ചാൽ ഞാൻ രാവിലെ തൊട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അല്ല, പക്ഷെ ശരത്ത്, ഈ CBI അങ്ങനെയൊക്കെ ഇടപെടുകയാണെങ്കിൽ CBIക്ക് ഇതിനേക്കാൾ വലിയ കേസ് കിടപ്പുണ്ടല്ലോ CBIയുടെ കയ്യിൽ. കേരളം ഒന്നാകെ ഇളകി മറിയുന്നൊരു കേസ് കിടപ്പുണ്ട് CBIയുടെ കയ്യിൽ, SNC ലാവലിൻ കേസ്. അതിലിടപെട്ടൂടെ? അതിൽ നടപടിയെടുക്കാമല്ലോ. സുപ്രീം കോടതിയിൽ കേസ് പരിഗണനയിലുണ്ട്, കുത്തിപ്പൊക്കാവുന്നതേ ഉള്ളൂ. അതെ അതെ സാർ. പക്ഷേ ജയരാജൻ ഇപ്പൊ കണ്ണൂർ പിന്നെ വടകര എന്ന് പറയുന്ന മണ്ഡലത്തില് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അവിടെ വിജയസാധ്യത കൂടുതലുള്ള ഒരാളാണ്. അപ്പൊ പുള്ളി ആ കാരണം എങ്ങനെയും കുടിക്കാൻ കഴിഞ്ഞാൽ ആ മണ്ഡലം അങ്ങനെ കോൺഗ്രസിനോ BJPക്കോ കിട്ടും. വളരെയധികം നന്ദി ശരത്ത്. ശ്രീ സതീഷ് കൂടി ചേരുന്നു, തിരുവനന്തപുരത്ത് നിന്നുമാണ് നമ്മളോടൊപ്പം അദ്ദേഹം ചേരുന്നു. ശ്രീ സതീഷ്, CBIയുടെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ പി ജയരാജൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ, കൊലക്കുറ്റം അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത് CBIയുടെ അന്വേഷണം ശരിയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ വേണ്ടത് തന്നെയല്ലേ? ഏത് കാരണവശാലും ഒരാളെ കൊല്ലാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരം കൊടുത്തിട്ടില്ല. അപ്പോൾ കൊല എവിടെയും തെറ്റാണ്. അപ്പൊ രാഷ്ട്രീയമായിട്ട് പോവുക. കാര്യം മഹാത്മാഗാന്ധി ജനിച്ചു വളർന്ന നാടാണിത്. ഈ നാട്ടിൽ അഹിംസ അങ്ങേയറ്റം നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവിടെ BJP ഇരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് CBI ആണോ? ഇവിടെ ഈ കഴിഞ്ഞ അടുത്ത സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല, പക്ഷെ അടുത്ത സമയത്ത് ഇവരുടെ പോലീസിനെ ഉപയോഗിച്ചും ഇവിടെ ശബരിമലയുടെ പല പ്രശ്നങ്ങളിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും തിരിഞ്ഞില്ലേ? അപ്പോൾ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യാന്ന് പറയുന്നത് ഞാനതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല, അതിന്റെ ശരിയോ തെറ്റാണെന്ന് വിശകലനം ചെയ്യുന്നില്ല. ഒരു CBI എന്ന് പറയുന്ന അന്വേഷണം എടുത്തത് 2016 അന്വേഷണം ഏറ്റെടുത്തു. 2016 ഏറ്റെടുത്തപ്പോഴത്തേക്കും ഈ രണ്ടുപേർ ആ കൊലപാതകത്തിൽ പങ്കാളികളായി ഗൂഢാലോചന നടന്നു. അത് വ്യക്തമായ തെളിവാണ്. വളരെയധികം നന്ദി. വ്യക്തമായ തെളിവ് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് കൊലക്കുറ്റം ചുമത്തിയതെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ സക്കറിയ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ സക്കറിയ, 2 തവണ പി ജയരാജനെ CBI ചോദ്യം ചെയ്തിട്ടുണ്ട്.
ഒരു തവണ ചോദ്യം ചെയ്യാൻ അറസ്റ്റ് ചെയ്ത അന്ന് വൈകുന്നേരം വലിയ പ്രതിഷേധമാണ് കണ്ണൂരിൽ മൊത്തം കണ്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കുറ്റപത്രമൊക്കെ വരികയും ചെയ്യുന്നത്. എന്താണ് ഇത് എല്ലാം കാണുമ്പോൾ താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇതൊരു ലീഗ് രാഷ്ട്രീയം എങ്ങനെ ഉപയോഗിക്കണം എന്നതിന്റെ നീതിന്യായ വ്യവസ്ഥയോട് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. അവർ ഈ ഷുക്കൂറിനെ കൊന്നതിന് ശേഷം മറ്റൊരാളെ കൊല്ലാനല്ല അവർ ശ്രമിച്ചത്. അവർ കോടതിയിൽ പോയി കേസിനെ പഠിക്കുകയും സുപ്രീം കോടതി പോയി CBIയിലേക്ക് കേസ് കൈമാറുകയും CBI പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ആ പാർട്ടി മുന്നോട്ട് പോയത്. അവർ അണികളെ വൈകാരികമായി ഇളക്കി വിടാതെ ഒരു കൊലപാതക രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ കോടതിയുമായി നീതിന്യായ വ്യവസ്ഥയുമായി മുന്നോട്ട് പോവുകയാണെന്ന്. അതിന്റെ ഒരു പരിപൂർണ്ണ ആ രീതിയാണ് എല്ലാവരും തുടരേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഒരു പ്രതിഷേധ പരിപാടി നടത്തേണ്ട ആവശ്യമില്ല എന്ന് താങ്കൾ പറയുന്നു. ശ്രീ സജിത്ത് മലപ്പുറത്തു നിന്നും ചേരുന്നു. ശ്രീ സജിത്ത്, മലപ്പുറത്ത് പാർട്ടിയുടെ സെക്രട്ടറി കഴിഞ്ഞിടെ പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. അതിനു മുൻപ് 2016 ജൂലൈയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പയ്യന്നൂരിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ അവരോട് കണക്ക് തീർക്കണം, വന്നാൽ വന്നതുപോലെ തിരിച്ചുവിടില്ല, പ്രതിരോധിക്കണം, വയലിൽ പണി തന്നാൽ വരമ്പത്ത് കൂലി കൊടുക്കണം, അതുകൊണ്ട് CPMനോട് കളിക്കേണ്ട. ഇങ്ങനെ പറയുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടെങ്കിൽ തീർച്ചയായും അണികൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അത്ഭുതപ്പെടാനുണ്ടോ? പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് പറഞ്ഞത് ആരെങ്കിലും അങ്ങോട്ട് പോയി ആദ്യമായി കൊന്നിട്ട് ബാക്കിയുള്ളത് വീണ്ടും ഓരോരുത്തരെ കൊന്നിരിക്കണം എന്നല്ലോ. ഇങ്ങോട്ട് അടിച്ച സാമാന്യ ബോധമുള്ള നട്ടലുള്ള ഏതൊരു ആണായാലും തിരിച്ചടിക്കും. അത് അവന്റെ കഴിവ് തന്നെയാണ്. ഇങ്ങോട്ട് 2 കിട്ടി അങ്ങോട്ട് ഒന്ന് കൊടുത്തന്നെ അവ അടങ്ങുള്ളൂ. പിന്നെ CBI എന്നല്ല ഇന്ത്യ ഹൈക്കോടതി വരെ അല്ല ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വരെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയുള്ള ഇന്ത്യൻ രാജ്യത്ത് ഈ ഒരു സംഭവം എനിക്ക് ഇത്ര വലിയ പ്രശസ്തമായി തോന്നുന്നില്ല. കാരണം പക്ഷേ CBI അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് മായാവതിക്കെതിരായിട്ടുള്ള അന്വേഷണം, അത് ചെയ്യുമ്പോൾ CBI വലിയ ഏജൻസിയാണ്. CBI എന്ത് കണ്ടെത്തുന്നു അത് നമ്മൾ സ്വാഗതം ചെയ്യും. ഇവിടെ പ്രതികൂലമാകുമ്പോൾ ആ CBI രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയും. ഇതെന്ത് നീതി? എന്ത് രാഷ്ട്രീയമല്ല എന്നാണ് പറയുന്നത്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഹൈക്കോടതിയുടെ ഉത്തരവില് സുപ്രീം കോടതിയുടെ ഉത്തരവില് CBI ഡയറക്ടറെ തൽസ്ഥാനത്ത് തുടരണമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ആ ഡയറക്ടറെ മാറ്റിയ ഒരു വ്യക്തിയല്ലേ ഇന്ത്യ ഭരിക്കുന്നത്. പിന്നെ ആ രീതിയിൽ പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ എന്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഈ ജയരാജൻ പറഞ്ഞ വ്യക്തിക്കെതിരെ തിരിച്ചുവിടുക എന്നതാണ്. അദ്ദേഹത്തിന് ജനസമിതി ഒന്നും ഇങ്ങനെയൊന്നും പോവില്ല. അതിങ്ങനെയൊന്നും ചെയ്യണത് ആളൊന്നല്ല അദ്ദേഹം ഇതിലധികം കൊണ്ടുവന്നതിനാണ്. പിന്നെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതിലും അധികം തലശ്ശേരി കലാപം ഈ പറഞ്ഞ BJPക്കാരുണ്ടാക്കിയപ്പോ അവിടെ ചെറുത്തു നിന്ന വ്യക്തിയാണ്. വളരെയധികം നന്ദി. ചെറുത്തു നിൽപ്പാണ്, അല്ലാതെ അങ്ങോട്ട് ചെന്നുള്ള ആക്രമണമല്ല എന്നുള്ളതാണ്. ശ്രീ ബഷീർ കൂടി ചേരുന്നു. ബഷീറിന്റെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? ഇത് പിന്നെ ആര് ചെയ്താലും ശരി എന്ന് പറയാതെ ഒരു ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി ക്രൂരമായി വധിച്ചത് എത്ര എന്തായാലും തെറ്റ് തന്നെ. എന്തായാലും ആ ചെറുപ്പക്കാരൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ അങ്ങനെ ഒരു വളരെയധികം നന്ദി. ശ്രീ ഇസ്മായിൽ കൂടി ചേരുന്നു, കാഞ്ഞങ്ങാട് നിന്നുമാണ്. ശ്രീ ഇസ്മായിൽ, വാഹനം തടഞ്ഞ് തളിപ്പറമ്പ് പട്ടുവത്ത് വെച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ TV രാജേഷും P ജയരാജനും പോകുന്ന വാഹനം തടയുന്നത്. അതിലുള്ള പ്രതികാരമാണ് ഇതെല്ലാം എന്നുള്ളതാണല്ലോ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. വാഹനം തടഞ്ഞപ്പോൾ പരിക്കേറ്റെന്ന് പറഞ്ഞു. 2 പേരും സഹകരണ ആശുപത്രിയിൽ പോകുന്നു. അവിടെ ഇവർ ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് ഇവർക്ക് മൊബൈലിൽ അരിയിൽ ഷുക്കൂറിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. 2.5 മണിക്കൂർ ആ 24-കാരനെ ക്രൂരമായി മർദ്ദിച്ച് ചോദ്യം ചെയ്തു, വിചാരണ നടത്തി. ആ വിചാരണയ്ക്ക് ശേഷം കൊലപ്പെടുത്തിയെന്നാണ് കേസ്. എന്താണ് പറയാനുള്ളത്? ലോക ചരിത്രത്തില് താലിബാൻ മോഡല്, അതായത് ഒരു ചെറിയ പയ്യനെ വളഞ്ഞിട്ടിട്ട് 300ഓളം ആൾക്കാർ വിചാരണ ചെയ്ത്, അത് ഫോണിൽ കൂടി ജയരാജനും രാജേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് സിനിമയിൽ പോലും കാണലില്ല ഇത്രയും നീചമായ കൊല നടത്തിയ ആളുകളെ പിടിക്കുമ്പോൾ ആ പിടിക്കുന്നവർക്ക് വേണ്ടി ന്യായീകരിക്കാൻ വരുന്ന CBI എന്നല്ല. CBI അങ്ങനെയാണെങ്കിൽ ബംഗാളിൽ നമ്മൾ നോക്കണ്ടേ? മമതക്കെതിരെ CBI പോയിട്ടാകുമ്പോൾ CPMന്റെ നേതാക്കന്മാർ എന്താ പറഞ്ഞത്? ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം, അരിയിൽ സുക്കൂർ എന്ന ചെറിയ ഒരു പയ്യനെ നിഷ്ഠൂരമായി തീവ്രവാദികൾ പോലും കൊല്ലാത്ത വിധത്തിൽ
വളരെ നിഷ്ഠൂരമായി കൊന്നതിന് തീർച്ചയായിട്ടും അവർക്ക് വേണ്ട ശിക്ഷ, പരമാവധി ശിക്ഷ CBI വാങ്ങിക്കൊടുക്കണം. CBIക്ക് എല്ലാവിധ പിന്തുണയും. വളരെയധികം നന്ദി ശ്രീ ഇസ്മായിൽ. കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ആരായാലും അനുഭവിക്കണമെന്നുള്ളതാണ്. ശ്രീ സന്തോഷ് ചേരുന്നു മലപ്പുറത്തു നിന്നും. സന്തോഷ്, 2 തവണ CBI ചോദ്യം ചെയ്തു, അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് 2016 ഓഗസ്റ്റ് 1-നാണ് അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് ചെയ്ത് വ്യാപക അതിക്രമം നടന്നു. അന്ന് ജില്ലയിലാണ് ഏറ്റവും വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ നടന്നത്. ഈ CBI അനുകൂലമാണെങ്കിൽ CBI വലിയ ദിവ്യത്വം CBIക്ക് നൽകുന്നു, പ്രതികൂലമാണെങ്കിൽ CBIയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് അഭിപ്രായം? ഈ കണ്ണൂരിലെ രാഷ്ട്രീയ സംഘടന നേതൃത്വം, രാഷ്ട്രീയ പാർട്ടികൾ, അത് വേണ്ടതായാലും പിന്നെ BJP ആയാലും പരസ്പരം നടത്തുന്ന ഈ സംഘർഷങ്ങളൊക്കെ അതിനൊക്കെ പിന്നെ മാനം നൽകാൻ അവരുടെ ശക്തിബലം കൊണ്ട് അവര് പിന്നെ അതിനൊക്കെ പുതിയ വെള്ള പൂശുന്ന മാനം നൽകുന്ന ഒരു സംവിധാനം കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പോ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ 51 വെട്ടി ഞാൻ ചോദിക്കട്ടെ, ഈ 51 പ്രാവശ്യം അദ്ദേഹം സ്വയം വെട്ടി മരിച്ചതാണോ? അപ്പോ ഇതൊക്കെ ഇതിനൊക്കെ പുതിയ മാനം നൽകിക്കൊണ്ട് അതിനൊക്കെ പിന്നെ മതിൽ സൃഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. വളരെയധികം നന്ദി. ശ്രീ പ്രകാശ് കൂടി ചേരുന്നു. ശ്രീ പ്രകാശ്, മതിൽ തീർത്തു കഴിഞ്ഞാൽ സമത്വം ഉണ്ടാകില്ല, മറിച്ച് മനുഷ്യത്വം ഉണ്ടാകണം. എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും കൊലപാതകം എന്ന് പറയുന്ന കൊലപാതക രാഷ്ട്രീയം ഒരു കാരണവശാലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് CBI അന്വേഷിച്ചുകൊണ്ട് മാത്രമാണ് പറഞ്ഞോളൂ. CBI അന്വേഷിച്ചുകൊണ്ട് മാത്രമാണ് ഇതിന്റെ അകത്തൊരു സത്യാവസ്ഥ പുറത്തു വന്നത്. കേരള പോലീസ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും. അപ്പം ശരിക്കും മതിൽ എന്താ കാര്യം? മതിൽ എന്ന് പറഞ്ഞാൽ ജാതീയമായ മതിലല്ലാതെ എന്തായി മതിലുകൊണ്ട് ആർക്കെന്താ പ്രയോജനം കിട്ടുന്നത്? മനുഷ്യനെ സ്നേഹിക്കാനും ഒരു മനസ്സ് വളരെയധികം നന്ദി. മനുഷ്യനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനുമുള്ള മനസ്സുണ്ടാകണമെന്നാണ് പ്രകാശൻ പറയുന്നത്. ശ്രീ സൂപ്പി വയനാട് നിന്നും നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ സൂപ്പി, P ജയരാജൻ കൊലപാതക കേസിൽ പ്രതിയാണ് എന്ന് CBI കണ്ടെത്തുന്നു. ഈ കണ്ടെത്തലിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? പാർട്ടി പറയുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമായി BJPയുടെ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടുള്ള കണ്ടെത്തലാണെന്ന്. എന്താണ് അഭിപ്രായം? ഈ ഇലക്ഷൻ ടൈമിന് വരാമെന്ന് പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയിട്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലത്തെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത്. ജയരാജൻ കുറ്റക്കാരനാണെന്ന് നിർബന്ധമായി സൃഷ്ടിക്കപ്പെടണം. പക്ഷെ ഈ അവസാന ഘട്ടം വരുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ നോക്കിപ്പിടിക്കുന്നത്. ശ്രീ സൂപ്പി, ശരി. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലിനെ കോടതിയിൽ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ അതിന് കൃത്യമായി തന്നെ അതിൽ തെളിവുകളുണ്ടോ എന്നൊക്കെ നമുക്ക് ആ വിധിയല്ല അന്വേഷണത്തിലെ കണ്ടെത്തലിനെ നിയമപരമായി തന്നെ നേരിടാമല്ലോ. ഒരു അന്വേഷണ ഏജൻസി ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തുമ്പോൾ പന്തം കൊളുത്തി പ്രകടനം, തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം, അതാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാനൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. പക്ഷേ എനിക്ക് സംബന്ധിച്ച് നിരപരാധികൾ ഒരിക്കലും സൃഷ്ടിക്കപ്പെടരുത്, കുറ്റം ചെയ്തവരെ സൃഷ്ടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കണ്ണൂരിലെ കൊലപാതകത്തിൽ കോൺഗ്രസുകാരും മുൻപ് പ്രതികളായിട്ടുണ്ട്. അതെ, കോൺഗ്രസ് നിരപരാധികൾ സൃഷ്ടിക്കാൻ പാടില്ല, കുറ്റം ചെയ്തവരാണ് സൃഷ്ടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ മുനീർ കൂടി ചേരുന്നു മലപ്പുറത്തുനിന്ന്. മുനീർ, പറയൂ താങ്കളുടെ കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ. എന്റെ കാഴ്ചപ്പാട് എന്താ വെച്ചാല്, ഇപ്പം വരാനിരിക്കുന്ന പാർലമെന്റ് ഇലക്ഷന്റെ മുന്നോടിയായി CPM-നെതിരെ ഗൂഢാലോചനയാണ് ഇത്. അല്ലാതെ P ജയരാജൻ ഇപ്പൊ അത് ചെയ്യുന്ന ഈ കേരളത്തിലെ ഒട്ടുമുക്ക ജനങ്ങൾക്കും അറിയാം ജയരാജൻ ചെയ്യത്തില്ല. ജയരാജൻ ഒരു സാധു മനുഷ്യനാണ്, CPM-ന്റെ അതിശക്തമായ നേതാവും. അദ്ദേഹം ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. മുനീർ പറയുന്നു P ജയരാജൻ സാധു മനുഷ്യനാണെന്ന്. പക്ഷേ അങ്ങനെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ഈ പറയുന്ന പാർട്ടിയുടെ പങ്ക് വ്യക്തമാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഒരു പാർട്ടി പ്രവർത്തകന്റെ കണ്ണപുരം ബ്രാഞ്ച് സെക്രട്ടറി സജിത്തിന്റെ മൊബൈലിലെ ബൈക്കിന്റെ ടൂൾ ബോക്സിൽ നിന്നുമാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചിട്ടുള്ള കത്തി അന്വേഷണ സംഘം കണ്ടെത്തിയത്. അപ്പോൾ അത്രത്തോളം നിഷ്കളങ്കരാണെന്ന് പറയാൻ പറ്റില്ല. അതായത് എനിക്കിപ്പോ കണ്ടുപിടുത്തോളം ഞാൻ പിന്നെ മലപ്പുറക്കാരനാണെങ്കിൽ ഞാനൊരു CPM-മാരനാണ്, CPM പ്രവർത്തനം കൂടിയാണ്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ
സജി ചേരുന്നു. സജി, താങ്കളുടെ കാഴ്ചപ്പാടിൽ ഈ പറയുന്നത് പോലെ ഉള്ള അങ്ങേയറ്റം നിഷ്കളങ്കനായ ഒരു കൊലപാതകത്തിനോ അല്ലെങ്കിൽ ഒരു അക്രമത്തിനോ ഒന്നും കൂട്ടുനിൽക്കാത്ത പരിശുദ്ധനായിട്ടുള്ള ആളായിരിക്കുമോ പി ജയരാജൻ? ഹലോ, പറഞ്ഞോളൂ അഭിപ്രായം. CBI-നെ ആർക്കാ വിശ്വാസമുള്ളത്? പല കേസുകളിലും സുപ്രീം കോടതിയല്ലേ മേൽനോട്ടത്തിലല്ലേ ഈ കേസുകൾ നടത്തി പോയിരുന്നത്. അപ്പോൾ CBI രാഷ്ട്രീയമായാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. ലാവ്ലിൻ കേസും ഇതേമാതിരി മുൻപത്തെ ഭരണകൂടം ചെയ്ത വെച്ച ഒരു നിലപാടല്ലേ, അല്ലാതെ അന്ന് ഇലക്ഷൻ വന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മമതാ ബാനർജി പറയുന്ന ആരോപണം ശരിയായിരിക്കും. കാരണം CBI-യെ അങ്ങനെ ഉപയോഗിക്കുന്നുള്ള മമതയുടെ ആരോപണം ശരിയാണ് അല്ലേ? മമതയുടെ ആരോപണം മാത്രമല്ല, പല കേസുകളിലും അവര് മലക്കം പറഞ്ഞ് നടക്കുന്നവരാ. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ പ്രസന്നൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. പ്രസന്നന്റെ കാഴ്ചപ്പാടിൽ CBI-യെ രാഷ്ട്രീയമായി ഉപയോഗിക്കണോ? അങ്ങനെയാണെങ്കിൽ മറ്റു വഴികൾ കേന്ദ്ര സർക്കാരിനില്ലേ? ഒരു ജില്ലാ സെക്രട്ടറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ടോ? അതിനേക്കാൾ വലിയ ആൾ കക്ഷത്തുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ആൾ ലാവ്ലിൻ കേസൊക്കെ കൈവശമുണ്ടല്ലോ, അത് ഉപയോഗിക്കുകയല്ലേ? അങ്ങനെയാകുമ്പോൾ അത് വലിയ ചർച്ചയാവില്ലേ? BJP-ക്കാരും മുസ്ലിം ലീഗുകാരും കോൺഗ്രസുകാരും എത്ര CPM-കാരെ വലിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരും ഒരു മുതലക്കണ്ണീരും ഒഴുക്കുന്നില്ല. തുക്കുന്ന വലിച്ച തെറ്റ് തന്നെ, അത് ആരാണായാലും അത് തെറ്റ് തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള CPM-കാരും ഇവിടുത്തെ ഇടതുപക്ഷ എത്രയോ പേര് മരിച്ചിരിക്കുന്നു, ഇപ്പോഴത്തെ CPM മരിച്ചിരിക്കുന്നു. അതൊന്നും പറയാനും അത് മുതലക്കണ്ണീർക്ക് അതൊന്നും പറയാൻ ആരുമില്ലല്ലോ. ഒരു കൊലപാതകത്തെ മറ്റൊരു കൊലപാതകം കൊണ്ട് ന്യായീകരിക്കുന്നത് ശരിയാണോ പ്രസന്നൻ? ഇവിടെ ഈ സുക്കൂർ മരണപ്പെട്ട എല്ലാം തെറ്റ് തന്നെ, വധിച്ചിട്ടുള്ള തെറ്റ് തന്നെ. പക്ഷെ എത്ര SFI കുട്ടികളെ വലിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് കൂട്ടുകൊണ്ടിട്ടുണ്ട്. വളരെയധികം നന്ദി. ശ്രീ സതീഷ് കൂടി ചേരുന്നു. ശ്രീ സതീഷ്, കുറെ LDF, കുറെ SFI-കാർ അല്ലെങ്കിൽ CPM പ്രവർത്തകർ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുണ്ട്. അന്നൊന്നും കാണാത്ത കണ്ണീരെന്തിനാ പി ജയരാജന്റെ കാര്യത്തിൽ, ഈ അരിയിൽ ഷുക്കൂറിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന് ഉള്ള ഒരു സംശയം. എന്താണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ പി ജയരാജനെതിരായിട്ടുള്ള ഈ നടപടിയിൽ രാഷ്ട്രീയമുണ്ടോ? സത്യസന്ധമാണോ? CBI സത്യം കണ്ടെത്തിയോ? അതെ, സത്യസന്ധം പറ്റാനോ സാറേ? സത്യസന്ധം തെറ്റ് ആയിട്ടാൽ ശരി അനുഭവിക്കണം. റൈറ്റ്. ഷിബു കൂടി ചേരുന്നു ചേർത്തലയിൽ നിന്ന്. ഷിബു, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയരാജൻ ശിക്ഷിക്കപ്പെടേണ്ടേ? തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാൾ എന്തിനാണ് സാറേ ഇങ്ങനെ ശിക്ഷിക്കപ്പെടണേ? മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും നല്ല പൈതൃകം അവകാശപ്പെടുന്ന നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു വ്യക്തിയായ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നിർമ്മിച്ചിട്ട് അതിൽ കൃത്രിമ രക്തമുണ്ടാക്കി കൊതി തീർന്ന് കൊല്ലാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ BJP സമൂഹവും BJP പ്രതിനിധികളും ശ്രമിച്ചില്ലേ? ഇത് രാഷ്ട്രീയ അജണ്ടയാണ്, അല്ലാതെ. വളരെയധികം നന്ദി. രാഷ്ട്രീയ അജണ്ടയാണോ പി ജയരാജനെ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പ്രതി ചേർത്തതിലുള്ള കൊലപാതക കുറ്റം ചുമത്തിയതിൽ ഉള്ളതെന്നാണ് താങ്കളുടെ അഭിപ്രായം? ഏതായാലും കൊലപാതകത്തിൽ കണ്ണൂരിലെ അക്രമങ്ങൾ നമ്മളെ എല്ലാവരെയും എന്നും കണ്ണീരിലാഴ്ത്തിയിട്ടേ ഉള്ളൂ. ആ കണ്ണീരിലാഴ്ത്തുന്ന അക്രമങ്ങളിൽ ചെറുതോ വലുതോ നേതാക്കൾ കൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടുക തന്നെ വേണം. നിരപരാധിയാണെങ്കിൽ അവരെ ശിക്ഷിക്കാനും പാടില്ല. ഏതായാലും അക്കാര്യം നിയമം തീരുമാനിക്കട്ടെ. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി.